സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ കർത്താവേ, ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ബോധ്യം കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വെളിപ്പെടണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ചേർന്ന് പ്രാർത്ഥിച്ചാലോ? ആബാ പിതാവേ. എല്ലാവരും പ്രാർത്ഥിച്ചേ, ആബാ പിതാവേ. അല്പം കൂടെ സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ, ആബാ പിതാവേ. അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം, അതിൻ്റെ 10-ാം അധ്യായം 12-ാം തിരുവചനം. നിയമാവർത്തനം 10 അതിൻ്റെ 12-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുക. കണ്ടോ? ശ്രദ്ധിച്ചേ, വലതുകരം ഉള്ളവരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. റൈറ്റ് ഹാൻഡ്, വലതുകരം ഉള്ളവർ ഒന്ന് കൈവീശിക്കേ. കൈ ഉണ്ടോന്ന് അറിയണമല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞേ, ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ആരാധന. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ അല്പസമയം ചെലവഴിക്കുന്നതോ ധ്യാന ശുശ്രൂഷ സമയത്ത് കൈയടിച്ച് പാട്ടുപാടി മുട്ടുകുത്തു വണങ്ങുന്നത് മാത്രമല്ല ആരാധന, മറിച്ച് ജീവിതം തന്നെ ഒരു ആരാധനയാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 കാര്യങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ ജോഷുവ ഈ കാര്യത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചാലോ? ജോഷുവയുടെ പുസ്തകം, ബുക്ക് ഓഫ് ജോഷുവ, ചാപ്റ്റർ 24 വേഴ്സ് 15, 24 അതിൻ്റെ 15-ാം തിരുവചനം. ഈ വചനം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മാതാപിതാക്കളായിട്ടുള്ളവരൊന്ന് കൈപോക്കിക്കുക. മാതാപിതാക്കൾ, കുറേ, എല്ലാവരും തന്നെ അല്ലേ? മക്കളൊന്നും ഇല്ല. ഇവിടെ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. അപ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ജോഷുവ പറയുന്നത് എന്താ പറയണമെന്നറിയോ? ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഒന്ന് പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ചൊല്ലി പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാൻ മാത്രമാണോ? അല്ലല്ല, പിന്നെ എൻ്റെ കുടുംബവും. ഞാനും എൻ്റെ കുടുംബവും. അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? അച്ഛാ, മകൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. മകൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അച്ഛാ. അല്ല, അവൻ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. ഭക്ഷണം വീട്ടിൽ നിന്നാണോ? ഭക്ഷണം വീട്ടിൽ നിന്നാണ്. മകനാണോ? മകനാണ്. പക്ഷെ ഞാൻ അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. അവൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. അതാണോ? അല്ലല്ല. ജോഷുവ പറയാണ്, ഞാനും എൻ്റെ കുടുംബവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പറയാണ്, മകൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, മകളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. മകനും മകളും ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് കിട്ടിയ ഉത്തരവാദിത്തത്തെ മറികടന്നുകൊണ്ടല്ലെന്ന്. നീ അപ്പനാണോ അമ്മയാണോ, നിനക്ക് നിന്റെ മകൻ്റെ കാര്യത്തിലും മകളുടെ കാര്യത്തിലും ഉത്തരവാദിത്തമുണ്ട്. അവരും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് ഉറപ്പുവരുത്തണം. അവരും ദൈവത്തെ സേവിക്കുന്നു, ആരാധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം.
സത്യദൈവത്തോട് അവർക്ക് സ്നേഹമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജോഷുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ഇന്നലെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനം അവസാനിച്ചു. ശക്തമായ ശുശ്രൂഷകളായിരുന്നു, ഇഷ്ടം പോലെ സാക്ഷ്യങ്ങൾ. അതിൽ ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം, ഒരു ഭർത്താവ് വന്നൊരു സാക്ഷ്യം പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നാളുകളായി പ്രശ്നത്തിലായിരുന്നു. ധ്യാനത്തിന് ഇങ്ങോട്ട് വരുന്ന ദിവസം രാവിലെ ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഡിവോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇങ്ങോട്ട് ധ്യാന കേന്ദ്രത്തിലോട്ട്. ഇന്നലെ ധ്യാനത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈവെക്ക. ഇത് കേട്ടവരാണ്. ഭർത്താവ് പറയുകയാണ്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ധ്യാനം കൂടി, 4 മക്കളുണ്ട്, ഇവിടെ വന്ന് ഭാര്യയുണ്ട്, ധ്യാനം കൂടുന്നുണ്ട് കേട്ടോ. അച്ഛാ, ഞാൻ ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചു. എൻ്റെ ഭാര്യയെ മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, എൻ്റെ കുറവുകൾ അംഗീകരിക്കാൻ. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത്രയും നാളും മക്കളാണെന്ന് ഓർത്തിരിക്കുമായിരുന്നു. മക്കളല്ല അച്ഛാ, ഞാനും എൻ്റെ ഭാര്യയുമാണ് പ്രശ്നക്കാർ. എനിക്കത് മനസ്സിലായി. എന്നിട്ട് ഈ മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പലരും സാക്ഷ്യം പറഞ്ഞു. ദേ വരുന്നു ഭാര്യ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്പസമയം മുമ്പ് എൻ്റെ ഭർത്താവ് ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനും ഭർത്താവും തമ്മിൽ ഇത്രയും നാളും പ്രശ്നത്തിലായിരുന്നു. ഞങ്ങൾ ഇത്രയും നാളും ചിന്തിച്ച ചിന്താരീതികളല്ല ശരിയെന്ന് ഈ ധ്യാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ മക്കളെ വളർത്തുന്ന രീതി, ഞങ്ങൾ അവരോട് ഇടപെടുന്ന രീതി, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങൾ 24 മണിക്കൂറും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച് വഴക്കിട്ട് ഈ മക്കളെ ചീത്ത പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന. പക്ഷേ ഈ ധ്യാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഒരു ബോധ്യം നൽകി. ദൈവം സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ കുടുംബം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അച്ഛാ, ഈ ബോധ്യം കിട്ടിയതോടുകൂടെ ഞങ്ങളുടെ ചിന്താഗതികൾ മാറി. സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു വീട്ടിലെ, കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു വീട്ടില്. കുടുംബത്തിലെ സ്നേഹം, പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്ന ശൈലി, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ശപിച്ച് വെറുത്ത് ജീവിച്ചതാണ്. എന്നാൽ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ച് രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഞങ്ങൾക്ക് വലിയ സ്വസ്ഥതയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ചിലരുടെ കൈയടി കണ്ടാൽ തന്നെ അറിയാം, ഏതോ ഒരുത്തൻ്റെ വീട്ടിൽ സമാധാനം കിട്ടിയതിന് ഞാൻ എന്ത് വേണം, അല്ലേ? കൈയടിക്കും, നല്ല കൈയടി. ഇവിടെ ഇരുന്ന് കൈയടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതിനാ കൈയടിക്കുന്നത്. ഇവിടെ ഇരുന്ന് നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന്. നമ്മുടെ വീട്ടിലും സമാനമായിട്ടുള്ള പല അനുഭവങ്ങളുണ്ട്. സത്യദൈവത്തെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, രക്ഷകന് നാഥനുമായി നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അന്തരീക്ഷം മാറും. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാം തിരുവചനം, 1 Corinthians chapter 15, 15-ാം അധ്യായം അതിൻ്റെ 58 ഒന്ന് കണ്ടുപിടിച്ചേ. നല്ല വചനാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് കർത്താവ് നല്ലൊരു ആശ്വാസത്തിന്റെ ഒരു വചനം കൂടെ നൽകുക. 58 കിട്ടിയോ? അതിനാൽ എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കുവിൻ. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയേ, ഇന്ന് നീ പല കാര്യങ്ങളിലും വിഷമിച്ചിരിക്കുവാണ്, ഭാരപ്പെട്ടിരിക്കുവാണ്. വീട്ടിലെ കാര്യം, നാട്ടിലെ കാര്യം, ബന്ധത്തകർച്ച, സാമ്പത്തിക പ്രശ്നം, ഭാവി, പല പല ഞെരുക്കങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? പറ, വാ തുറന്ന് പറ. ഉണ്ടെന്ന്. ഇല്ലാതെയൊക്കെ ചിലരിങ്ങനെ ഇരിപ്പുണ്ട്. അവർക്കാണ് കൂടുതൽ പ്രശ്നം. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട്. നിഷ്ഫലമല്ലെന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫലമുണ്ടെന്ന്. നിങ്ങൾ ഇന്ന് ഈ പോട്ട ആശ്രമത്തിലോട്ട് വന്നില്ലേ? ത്യാഗമെടുത്ത് വന്നില്ലേ? നിങ്ങൾക്ക് വേണേൽ വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു. മറ്റുള്ള ഒത്തിരി പേര് ഈ വീട്ടിലിരുന്ന് വേണമെങ്കിൽ അവർ പങ്കെടുക്കുന്നത് പോലെ നിങ്ങൾക്കും ആകാമായിരുന്നു.
ഈ മഴയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടം വരെ വരിക ഞെരുക്കം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, കർത്താവിനോടുള്ള സ്നേഹമാണ്, അതിന് പ്രതിഫലമുണ്ട്, നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോകരുത്. ഇവിടെ ഇരിക്കുന്ന അപ്പാ അമ്മേ, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. മകൻ ഇങ്ങനെ പെരുമാറി, എന്നാൽ പിന്നെ ഇനി ഒന്നിനും ഇല്ല, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യം നടന്നോട്ടെ, അങ്ങനെയല്ലെന്ന്. നീ ക്ഷീണിച്ചു പോകരുത്. നീ നല്ല ശക്തിയിലായിരിക്കണം, അചഞ്ചലായിരിക്കും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും, സ്ഥിരത വേണം, സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവേൻ. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞ ക്ഷീണിച്ചു പോകല്ലേ. ക്ഷീണിച്ചു പോകരുത് കേട്ടോ. ചിലർ ക്ഷീണിച്ചായിരിക്കുന്നത്, ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, ക്ഷീണിച്ചിരിക്കരുതെന്ന്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തനായ ദൈവത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ഈ ജീവിതം മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം, മാത്യു ചാപ്റ്റർ 4:10 എന്ന് തുറന്നു വായിച്ചേ. മത്തായി സുവിശേഷം 4:10 ഈ ആരാധനയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആരാധന? വായിച്ചോ. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിനക്ക് സർവശക്തനായ ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് നല്ല ഒരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം ഒന്ന് കേട്ടേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4:23, 23-ഉം അതിൻ്റെ 24-ഉം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആരാ? വായിച്ചോ. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഹല്ലേലൂയാ. ഒന്നും കൂടെ വായിച്ചേ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കൈകളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ, ഞാൻ ഈശോയെ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് കൈയടിച്ചത് കൈയടിച്ച് പാസ്സാക്കിക്കേ. ഹല്ലേലൂയാ. മത്തായി സുവിശേഷം 15:8, മാത്യു ചാപ്റ്റർ 15:8. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ദൈവജനത്തെക്കുറിച്ച് മത്തായി സുവിശേഷകൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളൂ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. നമ്മളെ കുറിച്ചാണോ? ഈ ജനം അധരം കൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈശോയെ, പുറത്തിറങ്ങുമ്പോൾ, പള്ളി വരുമ്പോൾ ഈശോയെ, പുറത്തിറങ്ങുമ്പോൾ പറയണ്ടല്ലേ. നമ്മുടെ അധരം കൊണ്ടാണ്. ഒന്നും കൂടെ വായിച്ച. മത്തായി എന്താ പറയുന്നത്? മത്തായി സുവിശേഷകൻ ഒരു കാര്യം പറയാം, വായിച്ചേ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന്. നമ്മുടെ ആരാധന അധരം കൊണ്ട് മാത്രമല്ല, ഹൃദയം കണ്ടാണ്, ഹൃദയത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ ഒരു ആരാധനയാക്കി മാറ്റുക. ഹല്ലേലൂയാ. ജീവിതം തന്നെ ഒരു ആരാധനയാക്കി മാറ്റുക. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ജീവിതം തന്നെ ഒരു ആരാധനയാക്കുക. ഹല്ലേലൂയാ. വായിച്ചാലോ. സങ്കീർത്തനം 95 അതിൻ്റെ 6-ാം തിരുവചനം, ബുക്ക് ഓഫ് സാം. സങ്കീർത്തനം 95 അതിൻ്റെ 6-ാം തിരുവചനം, 95:6. സാം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 95:6, 95-ന്റെ 6.
വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. സൃഷ്ടിച്ച ആ കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്താം. മുട്ടുകുത്താം. സങ്കീർത്തകൻ വിളിക്കുകയാണ്, വരുവിൻ വരുവിൻ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയാ. സങ്കീർത്തനം 100 കേട്ടോ. സങ്കീർത്തനം 100ന്റെ 4-ാം തിരുവചനം ഒന്നെടുത്തേ. സങ്കീർത്തനം 100 അതിന്റെ 4-ാം തിരുവചനം. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദേ ഒരു കാര്യം ഉറപ്പിക്കണം. എന്താണ്? യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. വിശ്വസിക്കുന്നവരൊന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിലാണ്. ചാടി എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ഒരു കാര്യത്തെ നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി മുതൽ ആരാധന എന്ന് പറയുന്നത് പള്ളിയിൽ അല്ലെങ്കിൽ ശുശ്രൂഷ സമയത്തുള്ള അരമണിക്കൂറുള്ള ഒരു ആരാധന, കൈയടിച്ച് പാട്ട് മാത്രമല്ല, മറിച്ച് എൻ്റെ ജീവിതമാണ് ആരാധന. എൻ്റെ സർവശക്തനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഈ ജീവിതം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷകൻ കേട്ടോ, അങ്ങാണ് എൻ്റെ രക്ഷകൻ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും വ്യക്തികളെയോ സ്ഥലങ്ങളെയോ സാഹചര്യങ്ങളെയോ ഏതെങ്കിലും സമ്പത്തിനെയൊക്കെ ആരാധിക്കുന്നവരുണ്ടോ? ഈ സമയത്ത് ആ മേഖലകൾ ഒരു തിരിച്ചറിവ് വേണം. നീ എന്തിനാണ് 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? നീ എന്തിനെയാണ് ആരാധിക്കുന്നത്? നീ എന്തിനെയാണ് ശ്രദ്ധിക്കുന്നത്? നീ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തെയും ദൈവകാര്യങ്ങളെയുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവമേ, ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്ന് വിളിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ, നിന്റെ മനസ്സുകൊണ്ട് ആരാധിക്കട്ടെ, നിന്റെ ചിന്തകൾ കൊണ്ട് ആരാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. കൈയടിച്ചേ. ഈ ആരാധന എൻ്റെ വിടുതലാണ് കർത്താവേ. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. കണ്ണുകളടച്ച് കൈയടിച്ചോ. ശക്തിയോടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇടപെടട്ടെ, നിന്റെ മേൽ ഇടപെടട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ചിന്താഗതികൾ നിന്നെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മേഖലകൾ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഏതെങ്കിലും വ്യക്തികളാവാം, ഏതെങ്കിലും സ്ഥാനമാനങ്ങളാവാം, ഒരു സമ്പത്താവാം, ഈ ഭൂമിയിലെ എന്തുമാവാം. കർത്താവേ, നിന്നെ ആരാധിക്കുന്നതിൽ നിന്ന് എനിക്കുള്ള തടസ്സങ്ങളെല്ലാം സമർപ്പിച്ച് ആരാധിച്ച് ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. പഠിക്കേ. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. യെസ്, ഈ ആരാധന എൻ്റെ വിടുതലാണ്. ആമേൻ. ഈ ആരാധന എൻ്റെ, ഈ ആരാധന. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി. ഈ ആരാധന, ഈ ആരാധന, ഈ ആരാധന. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിക്കട്ടെ. പോരാ. ഈ ആരാധന എൻ്റെ വിടുതലാണ് കർത്താവേ. എൻ്റെ ശരീരം, എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ, ആലോചനകൾ, എൻ്റെ ജീവിതം മുഴുവൻ കർത്താവേ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ആരാധന. ഓരോ വ്യക്തിയും സ്വയം ഉള്ളിൽ പറയണം, എൻ്റെ ഈ ആരാധന എൻ്റെ വിടുതലാണ് കർത്താവേ. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. എൻ്റെ
ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. എന്റെ സന്തോഷമാണ്. പഠിക്കുക ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന ആമേൻ. ഈ ആരാധന എന്റെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ ജീവിത അവസ്ഥകളെ മാറ്റിമറിക്കുന്ന സമയമാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ മേൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ്. ഈശോയെ, ഈ ആരാധന സമയം എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ആലോചനകളെയും കർത്താവെ വിശുദ്ധീകരിച്ചു എന്നെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മേഖല പ്രത്യേകം സമർപ്പിക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. നിന്റെ ഉള്ളിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവകാര്യങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് നീ അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ വ്യക്തികളോടുള്ള അടുപ്പം നിന്റെ ഉള്ളിൽ അവരെക്കുറിച്ച് ചിന്തയായി, അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച്, അവരുടെ അതിനുവേണ്ടി എനർജി മാറ്റിവെച്ച്, നിന്റെ പണം മാറ്റിവെച്ച്, നിന്റെ ജീവിതത്തിൽ സത്യദൈവത്തെക്കാൾ അധികമായി ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ, ഏതെങ്കിലും ചില പദവികളായിരിക്കും എപ്പോഴും മനസ്സിൽ അതിങ്ങോട്ട് കയറി പിടിക്കും. എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, എനിക്ക് ഈ പൊസിഷൻ കിട്ടണം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പദവി നിന്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ടോ? ഒരു പക്ഷേ സമ്പത്തായിരിക്കും, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നീ ഓടുന്നു. അപ്പം നിന്റെ ഉള്ളിൽ സ്വാഭാവികമായും ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം മാറി സമ്പത്ത് നിന്റെ ഉള്ളിൽ ഒരു ദൈവമായിട്ട് മാറും. അതൊരു വിഗ്രഹാരാധനയാണ്. സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്കെന്താണ് തടസ്സമായിട്ടുള്ളിലുള്ളത്? ചിലപ്പോൾ ഇന്നലകളിൽ സംഭവിച്ച കുറേ അനുഭവങ്ങൾ, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായല്ലോ, എന്നാലും എനിക്ക് മാത്രമല്ലേ ഇങ്ങനെ ഉണ്ടായുള്ളൂ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നിങ്ങനെ നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ, നമ്മുടെ ആലോചനകളിൽ ഇന്നലകളിലെ കൈപ്പേറിയ സംഭവങ്ങൾ മാത്രം ഇങ്ങനെ നമ്മളെ ഭാരപ്പെടുത്തും. നീ ചിന്തിക്കുക, സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്കിത് ഭാരമായിട്ട് മാറിയിട്ടുണ്ടോ? എന്താണ് നിന്റെ അവസ്ഥ? ഒരുപക്ഷെ നമ്മൾ ഉള്ളിൽ പറയും കുഴപ്പമില്ല, എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ അറിയാം ചില കുഴപ്പങ്ങളുണ്ട്. ഈശോയെ, ഈ പരമദീവികാരുണ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ പരമാമാം ദിവ്യകാരുണ്യമേ, എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാനിതാ സമർപ്പിക്കുന്നു. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ശിരസ് തറയിലൊക്കെ ഒന്ന് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മുട്ടിച്ചു. കർത്താവേ, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.